നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവവുമായി ബന്ധപ്പെട്ട് കരകളിൽ നന്ദികേശ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും ഭംഗിയേറിയതും വലിപ്പമേറിയതുമായ നന്ദികേശന്മാരെയാണ് മഹാശിവരാത്രി നാളിൽ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ കെട്ടുകാഴ്ച മഹോത്സവങ്ങൾക്ക് ആരവമുയർത്തിക്കൊണ്ട് നൂറനാട് പടനിലം പരബ്രഹ്മ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് 16 കരകളിൽ ആവേശം ഉയർത്തി നന്ദികേശ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും ഭംഗിയേറിയതും വലിപ്പമേറിയതുമായ നന്ദികേശന്മാരെയാണ് മഹാശിവരാത്രി നാളിൽ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്നത്. നന്ദികേശ പൈതൃക ഗ്രാമം എന്ന പേരും പെരുമയും പേറുന്ന നൂറനാട് അതിന്റെ കെട്ടുവൃത്തിയും ചട്ടമൊരുക്കലും കച്ചുകെട്ടലും നെറ്റിപ്പട്ട നിർമ്മാണവും ചമയമൊരുക്കലും വളരെ പ്രസിദ്ധമാണ്. 16 കരകളിലും കാളച്ചുവട്ടിൽ വിവിധ കലാപരിപാടികളും കഞ്ഞിസദ്യയും സമ്മേളനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ഫെബ്രുവരി 15-ന് പടനിലം ജനനിബിഡമാകും. CDNet ന്യൂസ്, ചാരുമൂട്.